തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അത് പുറത്തു വരണമെന്നും മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നത് തനിക്ക് യോജിപ്പില്ല. തിരുവമ്പാടി ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. ദേവസ്വത്തിനകത്തുള്ള ഏതൊക്കെ വ്യക്തികളാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിൽ അന്നത്തെ കളക്ടറാണ് ഒന്നാം പ്രതിയെന്നും മന്ത്രിയടക്കമുള്ള ആളുകളോട് അങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞത് കളക്ടറാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കളക്ടർ ഡെപ്യൂട്ടേഷന് പോയത് സംശയകരമാണെന്നും സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷെ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിന്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പൂരം കലക്കലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അവർക്ക് സഹായകമായ നിലപാടുകൾ ഈ ദേവസ്വത്തിൽ ചില ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.